എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പ് വഴി CTET 2026 പബ്ലിക് മോഡൽ എക്സാം ടോസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന CTET 1-ന്റെയും 2-ന്റെയും 150 മാർക്ക് വെച്ചിട്ടുള്ള പബ്ലിക് മോഡൽ എക്സാം, ഫ്രീ മോഡൽ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ നിങ്ങൾ ടോസ് അക്കാഡമിയുടെ ഈ റെഡ് എംബ്ലം ഉള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് ആയിട്ട് ടോസ് അക്കാഡമി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എംബ്ലം ഉള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കിട്ടും. ആർക്കെങ്കിലും ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ ഐഫോൺകാർ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ 75 10 15 54 85 എന്ന് പറയുന്ന ഒഫീഷ്യൽ നമ്പറിലേക്ക് ഐഫോൺ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. ഐഫോണിൻ്റെ ലിങ്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. ഒരിക്കലും പേരൻ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആക്കാനായിട്ട് പോകരുത്. ലോഗിൻ യൂസിങ് അനദർ മെത്തേഡ് കൊടുത്ത് വേണം ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട്. ലോഗിൻ യൂസിങ് വാട്സപ്പ് അല്ല, ലോഗിൻ യൂസിങ് അനദർ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, OTP കൊടുക്കുക, ആപ്പിലേക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് ലോഗിൻ ചെയ്യുക. ഇത്രയും ചെയ്ത് സക്സസ്ഫുള്ളി ലോഗിൻ ആയ ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പ്രൊഫൈലായിരിക്കും കാണിക്കുന്നത്. അതിന് ഏറ്റവും താഴെയായിട്ട് ഹോം, ബാച്ച്, സ്റ്റോർ, ചാറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും. ആ സ്റ്റോറിലാണ് നമ്മളുടെ ഇന്നത്തെ മോഡൽ എക്സാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഫ്രീ എക്സാം ആണ്. ഇതാ ഈ ഒരു ഫോൾഡറിനുള്ളിലാണ് എക്സാം വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കണ്ടന്റ് ഉണ്ട്. കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുമ്പം CTET 1-ന്റെയും 2-ന്റെയും 2 സെറ്റ് എക്സാംസ് കാണും. CTET 1-കാർ അത് അറ്റൻഡ് ചെയ്യാം, CTET 2-കാർക്ക് അത് അറ്റൻഡ് ചെയ്യാം. CTET 1-ൽ നമുക്ക് സൈക്കോളജി, ലാംഗ്വേജ് പേപ്പേഴ്സ്, മാത്സ്, സയൻസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ CTET 2-ൽ സൈക്കോളജി, ലാംഗ്വേജ് പേപ്പേഴ്സ്, സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് എല്ലാം ഉൾപ്പെടുന്ന രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത ശേഷം അടുത്തതിലേക്ക് പോവുക. അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം വ്യൂ സമ്മറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയ ഉത്തരങ്ങൾ, ശരിയായ ഉത്തരങ്ങളൊക്കെ കാണാനും നിങ്ങളുടെ സ്കോർ അനലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാൻസ് യൂസ് ചെയ്തിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. മാക്സിമം സ്കോറിൽ എത്തിക്കുക. തെറ്റിപ്പോയ ഉത്തരങ്ങൾ, മിസ്റ്റേക്കുകൾ കണ്ടെത്തി മനസ്സിലാക്കി പഠിച്ച് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ.